നമസ്കാരം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്ത് CPIയിൽ ജാതി വിഭാഗീയത, നേതാക്കളുടെ ജാതി പറഞ്ഞ കത്ത്. CPI ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പാർട്ടിയിലെ നേതാക്കളുടെ ജാതി പറഞ്ഞുള്ള കത്ത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഈഴവ വിഭാഗത്തിന് വേണ്ട പരിഗണന ലഭിക്കുന്നില്ലെന്നും നായർ വിഭാഗത്തിലെ നേതാക്കൾക്കാണ് സ്ഥാനങ്ങൾ നൽകുന്നതെന്നുമാണ് കത്തിലെ ആരോപണം. എന്നാൽ ഇത് മനഃപൂർവ്വം പാർട്ടിയെ അവഹേളിക്കാനുള്ള ഗൂഢശ്രമമാണെന്ന് നേതാക്കൾ പറയുന്നു. അതേസമയം പാർട്ടിയിലെ ചില നേതാക്കളുടെ മൗന സമ്മതത്തോടെയാണ് അഭ്യുദയകാംക്ഷി എന്ന നിലയിലുള്ള കത്ത് പ്രചരിക്കുന്നതെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട്. ജൈനമ്മ തിരോധാന കേസ്. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഒരാഴ്ച നീണ്ട കസ്റ്റഡി കാലാവധിയിൽ പലതവണ ചോദ്യം ചെയ്തിട്ടും സെബാസ്റ്റ്യൻ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിച്ചിട്ടില്ല. ആദ്യം DNA പരിശോധനയ്ക്ക് അയച്ച ശരീരാവശിഷ്ടങ്ങളുടെ ഫലം കിട്ടുന്ന മുറയ്ക്ക് ഇയാളെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. കൂടാതെ ആലപ്പുഴയിലെ കേസുകൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇയാളെ കസ്റ്റഡിയിൽ കിട്ടാൻ അപേക്ഷ നൽകിയേക്കും. കൂടാതെ സെബാസ്റ്റ്യനുമായി അടുപ്പമുള്ളവരുടെ വിശദമായ മൊഴിയെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം. തിരുപ്പൂരിൽ SIയെ വെട്ടിക്കൊന്ന കേസിലെ പ്രതിയെ പോലീസ് വെടിവെച്ചു കൊന്നു. തിരുപ്പൂർ സ്വദേശിയായ മണികണ്ഠൻ എന്നയാളാണ് മരിച്ചത്. അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പോലീസിനെ ആക്രമിച്ചുവെന്നും വെടിയുതിർക്കേണ്ടി വന്നുവെന്നുമാണ് പോലീസിന്റെ വാദം. ഒരു പോലീസുകാരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SIയെ വെടിവെച്ച കേസിൽ മറ്റ് 2 പ്രതികൾ ഇന്നലെ കീഴടങ്ങിയിരുന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രിയാണ് സ്പെഷ്യൽ SI ഷൺമുഖ സുന്ദരം കൊല്ലപ്പെട്ടത്. കൊല്ലം കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ ബസ് കാത്തുനിന്ന യുവതികളെയും ഓട്ടോറിക്ഷയെയും ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ പനവേലി സ്വദേശിനി സോണിയ, ശ്രീകുട്ടി എന്നിവർ മരിച്ചു. ഇന്ന് രാവിലെ 6:30 ശേഷമാണ് അപകടം നടന്നത്. സ്ഥലത്ത് ബസ് കാത്തുനിന്ന 2 യുവതികൾ, തൊട്ടടുത്ത് ഓട്ടോയിലിരുന്ന ഒരാൾ എന്നിവരെയാണ് വാൻ ഇടിച്ചു തെറിപ്പിച്ചത്. വാനിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകടത്തിന് കാരണമെന്ന് സംശയമുയരുന്നുണ്ട്. അപകടത്തിന് ശേഷം വാൻ ഡ്രൈവർ രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നു. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം DCC അധ്യക്ഷനായി N ശക്തൻ തുടരണമെന്ന് ശശി തരൂർ MP. ശക്തനെ തൽക്കാലത്തേക്ക് ലഭിച്ചത് ഭാഗ്യമാണ്. പുനഃസംഘടന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫുമായി ചർച്ച ചെയ്തു. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയായെന്ന് ശശി തരൂർ പറഞ്ഞു. വിവാദ ഫോൺ സംഭാഷണത്തെ തുടർന്ന് മുൻ DCC പ്രസിഡന്റ് പാലോട് രവി രാജിവെച്ചതിനെ തുടർന്നാണ് ശക്തൻ ഈ പോസ്റ്റിലേക്ക് താൽക്കാലികമായി നിയമിക്കപ്പെടുന്നത്.